ജീവന്റെ അഡ്വക്കേറ്റിനെ നമ്മൾ മാറ്റുക. എന്തിന്? നമുക്ക് പൂർണ്ണ വിശ്വാസമുള്ള ഒരാളെ കണ്ടെത്തി എന്നെ ജയിൽ മോചിതനാക്കാമെന്ന് ആ വക്കീൽ പറഞ്ഞു. അഡ്വക്കേറ്റ് കോൺഫിഡന്റാ. എന്തുപറ്റി? ഇതിനകത്ത് കിടക്കുമ്പോ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടോ? ആത്മവിശ്വാസത്തിന് അല്പം പോലും കുറവ് വന്നിട്ടില്ല. പക്ഷേ ദേ, ചെയ്യാനുള്ള കാര്യങ്ങൾ വൈകി പോകുമ്പോൾ അല്പം മനപ്രയാസമുണ്ട്. നവദമ്പതികളെ ജീവിതം ആഘോഷിച്ച് തീർക്കുക. നമ്മളെ രണ്ടാളോടുള്ള വാശി പോലെ. കുറച്ചു കാലം സന്തോഷിക്കട്ടെ, അല്ലേ? കുറച്ചു കാലം, വളരെ കുറച്ചു കാലേ ഉള്ളൂ. അതിനുള്ളിൽ കാണാവുന്ന കാഴ്ചകൾ മുഴുവൻ കണ്ടു തീർക്കട്ടെ. അതൊക്കെ പോട്ടെ. വീണ എന്താ പുതിയൊരു തീരുമാനം എടുത്തെന്ന് പറഞ്ഞേ? ഞാൻ വിപിന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു. എന്റെ കുഞ്ഞന്റെ അച്ഛന്റെ കൂടെ. അത് ശരി. നീ എങ്ങനെ തേടിപ്പിടിച്ചു? ഞാൻ തേടിപ്പിടിച്ചതല്ല, എന്നെ അന്വേഷിച്ചു വന്നതാ. ഓ, വിപിനൊരു വല്ലാത്ത ഉദ്ദേശത്തോടു കൂടി എന്റെ അടുത്തേക്ക് വന്നത്. എന്നെയും കുഞ്ഞിനെയും കൂട്ടിച്ചല്ലാതെ വിപിന്റെ അച്ഛന്റെ സ്വത്ത് വിപിന് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ എന്തിനാ കൂടെ പോകാൻ തീരുമാനിച്ചത്? വിപിന് വിപിന്റേതായ ലക്ഷ്യങ്ങളുണ്ട്, എനിക്ക് എന്റെയും. ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കാനൊന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ വിപിന്റെ സമ്പത്തുണ്ടല്ലോ, അതെനിക്ക് വേണം. എന്തുപറ്റി? ഏയ്, ഒരുപക്ഷെ താമസിയാതെ ഞാൻ അവിടെയും നീ ഇതിന്റെ അകത്ത് നിൽക്കുമെന്നൊരു തോന്നല്. അങ്ങനെയൊന്നും സംഭവിക്കില്ല ജീവൻ. ഞാൻ ജീവിതത്തിന്റെ ഒരുപാട് കുഴിയിൽ വീണതാ. ഒരിക്കൽ എന്നെ ചതിച്ചവനോട് എനിക്ക് ഒരു കമ്മിറ്റ്മെന്റിന്റെ ആവശ്യമില്ല. വിപിൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്. ജയിലിന് പുറത്ത് നിൽക്കുക. അവനെ ഓർത്ത് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അതിനെനിക്ക് പകരം വീട്ടണം. ജീവ, എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതെല്ലാം അവന്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് നേടിയെടുക്കണം. ദാറ്റ്സ് ഓൾ. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. അപ്പോ നമുക്കിനി കോർട്ടിൽ കാണാം. വിപിൻ കൂടെ ഉള്ളപ്പോ ജീവനെ പുറത്തിറക്കാന്നുള്ള കാര്യത്തിലെ എനിക്കൊരു സംശയമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്. പുറത്തിറങ്ങിയ വീണ ആഗ്രഹിക്കുന്നത് ഞാൻ ചെയ്യും. അത് ഞാൻ ചെയ്തിരിക്കും. ഹരിക്ക് നിത്യയ്ക്ക് ഒരു സ്വൈര്യ ജീവിതം ഉണ്ടാവില്ല ഒരു കാലത്ത്.